എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞായറാഴ്ചയാണ് ഇതെവിടെയെന്ന് അറിയാമോ? ലുലുവിലാണ് നമ്മുടെ. അപ്പം ഞായറാഴ്ച എപ്പോഴെങ്കിലും ഒരു സമയം ഞായറാഴ്ച കിട്ടത്തുള്ളൂ. അപ്പം ബിസി ആയിട്ടുള്ള ഞായറാഴ്ച അല്ലെങ്കിൽ ഇറങ്ങും പുറത്തേക്ക്, ലുലുവിലേക്ക് വരും. എന്ന് ഭയങ്കര വിശന്നിരിക്കുകയായിരുന്നു. അപ്പം തലപ്പാക്കട്ട് ബിരിയാണിയാണ് കഴിക്കണത്. എപ്പോഴും അതാ കഴിക്കണേ. കഴിഞ്ഞ ആഴ്ചയും കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഈ ആഴ്ച ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ തലപ്പാക്കട്ട് ഇന്ന് കഴിച്ചപ്പോഴും കഴിച്ച് തീർന്നു. എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. അത് കുഞ്ഞുവിൻ്റെ എല്ലാണേ, എൻ്റെ എല്ലല്ല. ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഇത് ചിക്കൻ ലോലിപോപ്പാണ് കേട്ടോ. ലോലിപോപ്പ് ആയിരുന്നു, ഇപ്പോൾ പപ്പടം പോലെയായി. അപ്പോൾ തലപ്പാക്കട്ട് ബിരിയാണി ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ അവർക്ക് തലപ്പാക്കട്ടി ബിരിയാണി കൊടുത്തു. അവരുടെ മൈൻഡൊക്കെ ഭയങ്കര പ്രശ്നത്തിലിരിക്കുക. അവരൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് സത്യം അങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. അപ്പോൾ അവർ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും വെറുപ്പും പകയും, രണ്ട് ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഇരിക്കുന്നു. അത് ശരിയല്ല. അപ്പോൾ അവരൊന്ന് ചില്ലാക്കാൻ വേണ്ടി തന്നെ ഇന്നലെ അവർക്ക് ബിരിയാണിയൊക്കെ കൊടുത്തു. അത് തലപ്പാക്കട്ടി ബിരിയാണിയാണ് കൊടുത്തത്, ചെന്നൈയിലുള്ള. അപ്പം അവിടെ ഒന്നിൽ പറയുന്നുണ്ടായിരുന്നേ, ഇതിന് അരി വേറെയാണ്, നമ്മുടെ കൈമ അരി ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അരി എന്താണ്, രാമകൃഷ്ണ അരി, അങ്ങനത്തെ എന്തോ അരിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഈ അരി. എന്നിട്ട് അവർ ബിരിയാണി കഴിച്ച ശേഷം അവർക്ക് സിനിമ കാണിച്ചു കൊടുത്തു, ആക്ടിവിറ്റി ഏരിയ കൊണ്ടുപോയിട്ട്, ബ്രോ ഡാഡി. അപ്പം അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ലൈവിലായിരുന്നു അത്, എപ്പിസോഡിലൊന്നും ഇല്ലായിരുന്നു. അവർ ഈ ബ്രോ ഡാഡി കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പാട്ടൊക്കെ വന്നപ്പം അവരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഒത്തൊരുമയോടുകൂടി ചിരിച്ച് കളിച്ച് ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ. അത് സോഷ്യൽ മീഡിയയിലുണ്ട്, ഇൻസ്റ്റയിലുണ്ട്. അത് നല്ല രസമായിരുന്നു അത് കാണാൻ. ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും അങ്ങനെ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈരാഗ്യമായിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി വെറുപ്പും എന്തൊക്കെയോ പോലെ ആയിപ്പോയി. അങ്ങനെ പാടില്ല. തീരെ നമ്മൾ ഓവർ സ്നേഹവും പാടില്ല, എന്നാൽ തീരെ വെറുപ്പും പാടില്ല. ഇത് വെറുപ്പായിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊക്കെ വെറുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊക്കെ മാറി അവർ സ്നേഹത്തോടെ ഇരിക്കട്ടെ. ഇന്നലെ ഒരു ദിവസം ഇരുന്നു. ഇനി അടുത്ത ആഴ്ച തൊട്ടെങ്കിലും നന്നായിട്ട് ഗെയിം കളിക്കട്ടെ. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെക്കാട്ടി ഗെയിം കളിക്കട്ടെ അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ തലപ്പാക്കട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അതാണ് ഇത് തീർന്ന് കഴിച്ചു കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും കാണാം. അപ്പം നല്ലൊരു സൺഡേ കേട്ടോ എല്ലാവർക്കും. ബൈ.